കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നളിനിയും അപർണയെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് നളിനിയോട് അപർണ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതല്ല എന്നോടൊന്ന് പറയണമെന്ന് പറയാം. അതോർത്തിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വന്ന് പറഞ്ഞോളാം. അറിയാലോ, അതൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. അല്ലേലും ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ തമ്പിസാറെ സഹായിച്ച ആ നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശിയുടെ അനുഗ്രഹം കൂടിയാ തീരുവോളെന്ന് പറയാം. ഇത് കേട്ടതും അപർണ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ല, മോളുടെ ഏറ്റവും വലിയ ശത്രു ജാനകിയാന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ജാനകിനെ ഇവിടുന്ന് ഓടിക്കണമെങ്കിൽ മോള് മുത്തശ്ശിയുമായിട്ട് ഒത്തുചേർന്ന് പോയാൽ മതി എന്ന് പറയാം. മുത്തശ്ശി കേട്ടോ, അതെ, മുത്തശ്ശിക്ക് ഇവിടെ ഇഷ്ടമില്ലാത്ത ഒരാള് ആ ജാനകിനെ ഇതുവരെയായിട്ടും മുത്തശ്ശി അംഗീകരിച്ചിട്ടില്ല, കണ്ണെടുത്താൽ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ജാനകിനെ എതിരിടണമെങ്കിൽ മുത്തശ്ശി കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഒന്നുകൊണ്ട് ഒരു പേടി വേണ്ട. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, ആദ്യം പോയി മുത്തശ്ശിനെ കയ്യിലെടുക്കാൻ പറയാം. അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് മനസ്സിൽ അപർണ വിചാരിക്കുകയാണ്. ഈ സമയം അമലിന്റെ അടുത്ത് അഭിയും ജാനകിയും നിൽക്കുക. അമലിനോട് പറഞ്ഞു, എടാ അമലെ, നിനക്കറിയാലോ എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചാൾ മുന്നോട്ട് പോകണം. അപർണ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, അപർണയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് പറയാം. കാര്യങ്ങളൊന്നും അറിയത്തില്ല പോലും. അതെ, ഏട്ടത്തി തന്നെ ഇന്ന് കണ്ടതല്ലേ, പാല് കുടിച്ച സമയത്ത് അവൾ മനഃപൂർവ്വം ഗ്ലാസ് തട്ടിയിട്ടാന്ന് പറയണം. അതറിയാതെ കൈ കൊണ്ട്, പിന്നെ അറിയാതെ കൈ കൊണ്ട്. അവൾക്ക് ഇച്ചിരി വൃത്തിയുടെ ആളാ, എന്നെ അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളത് തട്ടിയിട്ടത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയാം. എടാ അമലെ, നീ ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നെ പറയാതെ. അതെ, എനിക്ക് അവളെ ഭാര്യയായിട്ടൊന്നും കാണാൻ പറ്റുമൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല. എടാ അതുകൊണ്ടൊന്നും അല്ല, നീ ഇങ്ങനെയും ചിന്തിക്കല്ലേ. ആദ്യം നീയും അവളും തമ്മിൽ കണ്ടുമുട്ടുന്നത് എങ്ങനെയാ? മാവെ കല്ലെറിഞ്ഞ വിഷയത്തിലല്ലേ. എടാ, നിന്നെ ഒരു കുട്ടിക്കളിയായിട്ട് അവള് കണ്ടോളെന്ന് പറഞ്ഞ, പിന്നെ എന്നിട്ടാണോ CEO പദവി ചോദിച്ചു വാങ്ങിയെന്ന് ചോദിക്കുക. എടാ, നിന്റെ ഈ കുട്ടിത്തരമൊക്കെ മാറി നിന്നെ ഒരു മിടുക്കനായിട്ടൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറയാം. പിന്നെ കണ്ടറിയണമെന്ന് പറഞ്ഞിട്ട് അമൽ അങ്ങോട്ട് പോവാണ്. പിന്നീട് അപർണ നിൽക്കുക. അപർണ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണയുടെ അടുത്തേക്ക് സൂര്യനാരായണ എല്ലാവരും കൂടെ വരുവാണ്. കുടുംബാംഗങ്ങൾ മൊത്തം വന്നു. ഈ സമയം അപർണ പറഞ്ഞു, ഞാനേ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചാന്ന് പറയാം. ഈ സമയം ജാനകി ചോദിച്ച, എന്ത് കാര്യം അപർണയെന്ന് ചോദിക്കാം. അല്ല, ഞാൻ മുമ്പേ അങ്ങനെയൊക്കെ ചെയ്തേ, മുത്തശ്ശിയോട് സോറി കേട്ടോ. ആ ഗ്ലാസ് മനഃപൂർവ്വം തട്ടിക്കളഞ്ഞല്ല ഞാന്. അതെ, എനിക്ക് ഈ വൃത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയണം, അതുകൊണ്ട് സംഭവിച്ചു പോയതാന്ന് പറയാം. ഇത് കേട്ടതും സൂര്യനാരായണൻ ചോദിച്ചു, അല്ല ഇവിടെ എന്താ സംഭവിച്ചേ? സൂര്യനാരായണൻ അറിഞ്ഞില്ലായിരുന്നു. അതെ, പാലും പഴവും കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, അപർണ അതൊന്നും സ്വീകരിച്ചില്ല, അതുകൊണ്ടാന്ന് പറയണം. ഓ അങ്ങനെയാണോ? ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെ, മോൾ എന്നോട് സോറി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഇങ്ങോട്ട് കുടുംബത്തിലേക്ക് വന്നേലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നോക്കണം. പഴയ പാരമ്പര്യം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മോളോട് പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും പ്രഭാവം തെളിഞ്ഞ് ഇനി ഇപ്പൊ പാലും പഴങ്ങും ചടങ്ങൊന്നും വേണ്ടെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, നിന്നോടാരാ പറഞ്ഞു വേണ്ടെന്ന്? അതൊക്കെ വേണം, ചടങ്ങുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുള്ളെന്ന് പറയാം. ഈ സമയം അപർണ മനസ്സിൽ പറയും, എന്റെ ഭഗവാനെ, ഇനിയും ചടങ്ങുകളുണ്ടോ? ദേ, എനിക്കല്ലെങ്കിലും അറിയായിരുന്നു മോള് പാവാന്നുള്ള കാര്യം. മോള് പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. ദേ, മുത്തശ്ശിക്ക് വിഷമമൊന്നുമില്ല, സങ്കടമൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഈ സമയം അമല് ജാനകിയോട് പറഞ്ഞു, ഇവളുടെ അടുത്ത എന്തോ ഒരു നമ്പറാണിത്, കണ്ടില്ലേ? ഇപ്പോൾ അതില്ല, ഇതിലപ്പുറത്തെ നമ്പർ എടുക്കുന്നത് എനിക്കൊന്ന് ആ തമ്പിയുടെ മോളല്ലേ എന്ന് പറയാം. പിന്നീട് അമല അങ്ങോട്ട് നിന്ന് കഴിയുമ്പോൾ അമലിന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അതെ, പാലും പഴവും ചടങ്ങ് ഒന്നുകൂടെ നടത്തുമെന്ന് പറയണം. ഇത് കേട്ടോ അമലോട് ഇനി ഒന്നുകൂടെയാ. ഈ സമയം അമൃതയും ജാനകി പ്രഭാവതിയും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ അപർണയും കൂടെ അങ്ങോട്ട് വന്നു. മുത്തശ്ശി പറഞ്ഞു, അത് മോളെ, ആ ചടങ്ങ് എപ്പോഴും ചടങ്ങ് തന്നെയായിരിക്കും, അതുകൊണ്ട് അത് നടത്താതിരിക്കാൻ പറ്റില്ല. പിന്നീട് നളിനിയെ വിളിക്കണം, പാലിങ് എടുത്തോണ്ട് വരാൻ പറയണം. ഈ സമയം ജാനകി ഒരു, ദൈവമേ, ഇനിയും ഒരു ചടങ്ങോ? ശരണ്യെ പെട്ടത് തന്നെ, ഇവളെങ്ങാനും കുടിച്ചില്ലെങ്കിൽ അതോടുകൂടി ആകെപ്പാടെ നാടൻ കിടുമെന്ന് പറയണം. ഈ സമയം പ്രഭാവതി പറഞ്ഞു, ഇതൊക്കെ വേണോ ഇനി ഈ ചടങ്ങുകളൊക്കെ വേണം, എനിക്ക് എന്റേതായ ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. പാലങ്ങനെ കൊണ്ടുവന്നു. ഈ സമയം ജാനകി അമൃതയോട്, നീ പോയി പറ, സ്പൂണിനകത്ത് കോരി കൊടുക്കണം എന്ന് പറ, ഗ്ലാസോട് കൂടി കൊടുത്താൽ മതി എന്ന് പറ, ചെന്ന് പറയുന്നു പറയണം. ഇത് ഞാൻ തന്നെ ചെന്ന് പറയുന്നു പറയണം. അങ്ങനെ അമൃത എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, അത് മുത്തശ്ശി, പാലിങ്ങനെ സ്പൂണിൽ കോരി കൊടുക്കണ്ട, ഗ്ലാസ്സിനകത്ത് കൊടുത്താൽ മതി. ഇത് കേട്ടതും ഒറ്റ ആട്ടായിരുന്നു. ഇതൊന്നും മിണ്ടാതെ പൊടിയോടുന്ന്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള. പിന്നീട് മുത്തശ്ശി ആ സ്പൂൺ അങ്ങോട്ട് മാറ്റിയിട്ട് അമലിന്റെ കയ്യിലേക്ക് ആ ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതെ, കുടിച്ചിട്ട് ബാക്കി മോൾക്ക് കൊടുക്കാൻ പറയാ. ഈ സമയം അപർണ ആകെപ്പാടെ പെട്ടിരിക്കോ. ഇവൻ കുടിച്ചിട്ട് ബാക്കി താൻ കുടിക്കണമല്ലോ, ഇവന്റെ എച്ചില് കുടിക്കണം. എന്ത് ചെയ്യാൻ, ഇവന്റെ എച്ചില് കുടിക്കാനല്ല താൻ ഇങ്ങോട്ട് വന്നേ, ഈ അളകാപുരി അടച്ചു വാഴാൻ വന്നോളാം. ഇവന്റെ എച്ചിലും കുടിച്ചോണ്ടോ, ചിന്തിക്കുന്നതിനപ്പുറമാണത്. ഈ സമയം അമൽ എന്ത് ചെയ്യാണ്, അത് വായി മുട്ടിച്ചില്ല.
വായി മുട്ടിക്കാതെ ഗ്ലാസ് പിടിച്ചിട്ട് പാലം കൂടി കുടിക്കുകയാണ്. ദേ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് ഗ്ലാസ് അപർണ വാങ്ങി. അപർണയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പ്രഭാവതിയും ജാനകിയെല്ലാം പരസ്പരം നോക്കുകയാണ്. അവർക്ക് ഭയങ്കര ടെൻഷനായി. കുടിച്ചില്ല ഇപ്പൊ എന്ത് ചെയ്യും, ആകെപാട് പ്രശ്നമാവുമല്ലോ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു കുടിക്കും മോളെ എന്ന് പറയണം. അങ്ങനെ അപർണ അങ്ങോട്ട് കുടിക്കുവാണ്. കുടിച്ചു കഴിയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ, മോൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാരും വെറുതെ അവളെ തെറ്റിദ്ധരിച്ചു. മോള് കുടിച്ചില്ലായിരുന്നു ഞാൻ കരുതിയേനം വിശ്വനാഥമ്മയുടെ മോള് തന്നെയാന്ന്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മോൾക്ക് ഇവിടെ ആരോടും ഒരു ദേഷ്യമില്ല, എന്നോടും ഇല്ല ദേഷ്യം. കണ്ടോ, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കി ചടങ്ങുകളും കൂടെ നമുക്കിനി നടത്താന്ന് പറയണം. ഈ സമയം അപർണ തല കുലുക്കുവാണ്. പിന്നെ എല്ലാരും കൂടെ അങ്ങ് പോയി. ഈ സമയം അപർണ എന്ത് ചെയ്യണം, നേരെ വാഷിംഗ് ബേസിന്റെ അടിയിലേക്ക് വരുവാണ്. അങ്ങനെ വാഷിംഗ് ബേസിലേക്ക് വന്നിട്ട് വായിക്കകത്തെ പാല് മുഴുവനും അങ്ങോട്ട് തുപ്പിക്കളയാം. അത്ര സമയം പിടിച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നു, അതങ്ങോട്ട് തുപ്പിക്കളഞ്ഞു. അങ്ങോട്ട് വാ കഴുകണ സമയത്താണ് പൊന്നൂസ് അങ്ങോട്ട് വന്നേ. പൊന്നൂസ് ഈ കാഴ്ച കണ്ട് പാല് കൊണ്ടേ കളയുന്നേ, തുപ്പിക്കളയുന്നേ. ഓഹോ അങ്ങനെയാണല്ലേ. ഈ സമയം അപർണ മനസ്സിൽ പറഞ്ഞു, എന്നെ അങ്ങനെ നിന്റെ കാൽക്കേഴിട്ട് വളർത്താൻ നീ ഒരിക്കലും വിചാരിക്കണ്ട അമലേ, നീ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ. അങ്ങനെ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് തിരിഞ്ഞ് പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കിയത്. എന്താ നീ ഇവിടെ എന്നെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല, അന്ന് കയറി പോകാൻ പറയണം. കൊച്ചൊന്നും മിണ്ടാതെ കൊച്ചങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് അബിയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയം അബി പറഞ്ഞു അമ്മന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. എനിക്കും അതെ, എനിക്ക് ഒട്ടും വ്യത്യസ്തമല്ല. ഒരു പക്ഷേങ്കിൽ ഞാനോർത്തു ഇന്ന് ആ ചടങ്ങുകളൊക്കെ നടക്കില്ലെന്ന് ഓർത്തെ. ചടങ്ങുകൾ വീണ്ടും നടന്നോന്ന് ചോദിക്കാം. അതെ, വീണ്ടും പാലും പഴവും ഒക്കെ കൊടുത്തെന്ന് പറയും. പഴം കൊടുത്തില്ല, പാല് കൊടുത്തെന്ന് പറയാണ്. ആഹാ അത് കൊള്ളാലോ. എന്നിട്ട് അവളത് കുടിച്ചെന്ന് ചോദിക്കും. കുടിച്ചെന്ന് പറയാണ്. അപ്പം നല്ല കാര്യമാ. പിന്നെ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നായിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. അപ്പോഴാണ് പൊന്നൂസ് അങ്ങോട്ട് വരുന്നത്. എന്താ പൊന്നൂസേ? അതേ ചെറിയമ്മയുണ്ടല്ലോ പാല് മൊത്തം വാഷിംഗ് ബേസിന് തുപ്പിക്കളന്ന് പറയണേ. ഈ സമയം അഭി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അതൊക്കെ മുത്തശ്ശനെ സോപ്പിടാനുള്ള അവളുടെ നമ്പർ മാത്രമായിരിക്കുമെന്ന്. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവൾ ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേന്ന് ചോദിക്കുക. അതെ പൊന്നൂസ് ആരോടും പറയാൻ പോയല്ലോ കേട്ടോ. ഇല്ല ഞാനോടും പറയില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പൊന്നൂസിനോട് ഇവിടെ ആരും മിണ്ടത്തൊന്നും ഇല്ലാന്ന് പറയണം. ശരി, ഞാൻ ആരോടും പറയത്തില്ല അമ്മേന്ന് പറയാണ്. കൊച്ചിനറിയില്ല കാര്യം എന്താന്നുള്ളത്. ഈ സമയം അബി പറഞ്ഞു ഞാൻ അപ്പറേ പറഞ്ഞില്ലേ, ഇങ്ങനെ പോവാണെങ്കിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന കരുതിയാ. എനിക്കറിയത്തില്ല അബിയേട്ടാ. ഒരു പക്ഷേങ്കില് അപർണയ്ക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അമലിന്റെ മേൽ ദേഷ്യം കാണുമായിരിക്കും. അല്ല അതുകൊണ്ടല്ല CEO പദവി വരെ ചോദിച്ചു മേടിച്ചത്. ഇത് കേട്ടത് ജാനകി പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ CEO പദവി അവൻ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുത്തേരെ. അബിയേട്ടന്റെ സ്ഥാനത്ത് അവൻ കയറിയിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ലെന്ന് പറയണം. അബി പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആ പദവി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ എന്തെങ്കിലും ആ സ്ഥാനത്ത് പിടിച്ചിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ കുടുംബത്തിന് സ്വത്തോ പണമോ ഞാൻ മോഹിച്ചിട്ടില്ലോ. നമുക്കൊന്നും വേണ്ടതാനും. അവനാണ് അവിടെ ഇരിക്കാൻ യോഗ്യത, അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം. ഇല്ലെങ്കിലും അവന്റെ ഭാര്യ ചോദിച്ചില്ലെങ്കിൽ ഈ പദവി ഞാൻ അവന് കൊടുത്തേനെന്ന് പറയാം, അധികം വൈകാതെ കല്യാണത്തിന് ശേഷം. ഇത് കേട്ടതും ജാനകി അത് ശരിയാ, ഒരു നല്ല കാര്യമാണല്ലോ എന്ന് പറയാം. ഈ സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജാനകിക്ക്. ജാനകി പറഞ്ഞു അല്ല അജയുടെ കാര്യം, അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടത് നീക്ക്. ഈ സമയം പൊന്നു പറഞ്ഞു അല്ല അജയ് ചെറിയച്ചൻ എന്തിയെ, കല്യാണം കഴിച്ച നാളെ മുത്തശ്ശി പറഞ്ഞെന്ന് പറയും. ഇത് കേട്ടതും ജാനകി പറഞ്ഞു പൊന്നു നീ വേണ്ടാത്ത കാര്യം തലയിടാൻ വരണ്ട, നീ പൊക്കെ അവിടെ നിന്ന് പറയണം. അങ്ങനെ പൊന്നുവിനെ മുറിയിൽ നിന്ന് ഇറക്കി വിടുവാണ്. പിന്നീട് പറഞ്ഞു അജയുടെ കാര്യം നമ്മൾ അന്വേഷിക്കണം, നമ്മളല്ലാതെ വേറെ ആരാ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുക. അബിയോട് ശരിയാ, തിരക്കുകളൊക്കെ കുറഞ്ഞല്ലോ, ഇനി നമുക്ക് അന്വേഷിക്കാന്ന് പറയണം. അത് ഞാനൊന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അത് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.